അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 13 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ മുകൾ ഭാഗത്തെ ടാറിട്ട റോഡാണ് വരുന്നത്. അതായത് റോഡ് ലെവലിൽ നിന്ന് കുറച്ച് താഴ്ന്നിട്ടാണ് വീട് നിൽക്കുന്നത്. ഈ ഒരു ലെവല് നമ്മൾക്ക് ഇവിടുന്ന് ചെറിയൊരു പാലം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ലെവൽക്ക് കറക്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ടോട്ടലി ഇത് 28 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതുണ്ട്, അതാണ് ഇതിലേക്കുള്ള വഴി. റോഡ് ലെവലിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ സൈഡ് ഭാഗത്തോട്ട് റാമ്പ് പോലെ ഇതിൽ വണ്ടി ഇറങ്ങാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. ടോട്ടലി 28 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഇതിൽ 3 ഓണർഷിപ്പാണ്, 3 ആളുകളുടെ ഭൂരിഭാഗമാണിത്. അപ്പോൾ 13 സെൻറ്റ് സ്ഥലവും വീടും, അത് കൂടാണ്ട് ഒരു 9 സെൻറ്റ്, ഒരു 6 സെൻറ്റ്, അങ്ങനെ ടോട്ടൽ 28 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. ഇത് സ്ഥലത്തിൻ്റെ ഘടന 2 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ഇതുണ്ട്, ഈ അടിഭാഗത്തൊരു സ്റ്റെപ്പ്, മുകൾ ഭാഗത്തൊരു സ്റ്റെപ്പ്. ഇവിടെ കിണറുണ്ട്, വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. അപ്പോൾ വീട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 13 സെൻറ്റിൽ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വീടും 13 സെൻറ്റും വേണമെങ്കിൽ അങ്ങനെ തരാം. ഇനി അതല്ല മറ്റുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം. ഇനി ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. അപ്പോൾ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഡ്രസ് വർക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. മെയിൻ ഡോറ് സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് 2 വിൻഡോസും കൊടുത്തിട്ടുണ്ട്, 2 പുള്ളിയുള്ള വിൻഡോസും കൊടുത്തിട്ടുണ്ട്. നല്ല മരത്തിൻ്റെ കതലട്ടോ, റെഡിമെയ്ഡ് ഡോറൊന്നല്ല വെച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ്. വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x2 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്, അതായത് മാർബോണൈറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതുണ്ട്, നല്ല ക്രീം കളറിലുള്ള 2 ബെഡ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. സിറ്റ് ഔട്ട്, വലിയ ഹാള്, കോമൺ ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ല വിൻഡോസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട്. 10, 11, 11, 11 ഒക്കെ സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. ഈ ബെഡ്റൂം വലിയ രീതിയിലുള്ളൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 4 ഡോറ് വരുന്നുണ്ട്. 4 ഡോറ് മിററൊക്കെ സെറ്റ് ചെയ്തിട്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന് അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം, ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ആംഗ്ലോന്ത്യൻ രീതിയിലുള്ള മൾട്ടി ആയിട്ടുള്ള യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. എന്നുണ്ട്, അതിലിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് തോന്നുന്ന 2 കട്ടിലാട്ടോ ഈ ബെഡ്റൂമിലിട്ടുള്ളത്. റൂമൊക്കെ ആവറേജ് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. ഇതൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ ഒരേ രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ചുമരിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പേസർ ഒട്ടിച്ച് അപ്പോക്സി വർക്ക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതാണ്. അടിയിൽ ഫ്ലോറിങ് ഗ്രിപ്പുള്ള ഇതുപോലുള്ള വുഡൻ ലുക്കിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. കിച്ചൺ സ്ലാബ് ഉണ്ട്. ചുമരിലൊക്കെ പാതി ഭാഗം ഇതുപോലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്. മുകൾ ഭാഗം നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് സ്റ്റോർ റൂം പോലെ ഇതുണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ ഉണ്ട്. ഇനി വീടിൻ്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്, കുളിമുറി ഉണ്ട്. പിൻഭാഗത്ത് ഇവിടെയൊക്കെ സ്ഥലമുണ്ട്. വീടിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇനി വീടിൻ്റെ സൈഡ് ഭാഗത്ത് ഇത് കണ്ട, അടിഭാഗത്ത് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. അതിൻ്റെ അടിഭാഗത്തേക്ക് അങ്ങോട്ട് കവുങ്ങിൻ തോട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെയൊക്കെ വീടുകൾ കയറ്റാൻ പറ്റുന്ന രീതിയിലാട്ടോ. സൈഡ് ഭാഗത്ത് ഇവിടെയൊക്കെ തട്ടുകളായിട്ട് നിരപ്പാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ വീടുകൾ കയറ്റാൻ പറ്റുന്ന രീതിയിലാണ്. ടോട്ടലി 28 സെൻറ്റ് സ്ഥലം. അതിൽ 3 ഷെയർ ഹോൾഡേഴ്സ്, 3 ആളുകളുടെ ഭാഗങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അതായത് 13 സെൻറ്റ് സ്ഥലം, അതിൽ ഏകദേശം 900 സ്ക്വയർ ഫീറ്റിന് മുകളിൽ നിൽക്കുന്ന ഒരു ടെറസിട്ട വീടും ഒരു ഓരി. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് 9 സെൻറ്റ് സ്ഥലം, അതിൻ്റെ അടുത്തായിട്ടൊരു 6 സെൻറ്റ് സ്ഥലം. ഇങ്ങനെ 3 ഷെയർ ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇനി അതല്ല, ഈ 13 സെൻറ്റും വീടും അത് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെയും കച്ചവടം സംസാരിക്കാം.
അപ്പോൾ സ്ഥലത്തിൻ്റെ ഘടന 2 സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത്. മുകൾ ഭാഗത്താണ് റോഡ് വരുന്നത്. റോഡിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് താത്തിയിട്ടാണ് ഈ വീട് നിൽക്കുന്ന ഭാഗം ഒരു ലെവൽ വരുന്നത്. അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ടും 2 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സ്ഥലത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വിലയുള്ളൊരു ഏരിയ ആണ്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതായത് മഞ്ചേരി നിലമ്പൂർ റോട്ടിൽ കാരക്കുന്ന് എത്തുന്നതിന് മുന്നിൽ 32 തൃക്കലങ്ങോട് 32 എന്ന് പറയുന്ന സ്ഥലം. ഈ തൃക്കലങ്ങോട് 32 ഏകദേശം 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നെല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇനി മഞ്ചേരി ചേരണി പ്ലൈവുഡ് റോഡിന് മഞ്ചേരി ചേരണി പ്ലൈവുഡ് റോഡ് ആമിയൂർ റോട്ടിൽ അതിലും ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ഇനി അരീക്കോട് ഭാഗത്തു നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ആമിയൂർ വഴി അതിലും വരാം. നെല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില കാലി സ്ഥലത്തിന് അവിടെ 2 ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. ഇപ്പോൾ വീടും ആ 13 സെൻറ്റ് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാം. മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ കാലി സ്ഥലത്തിന് 2 ലക്ഷം രൂപ, വീടിന് ചെറിയൊരു വിലയൊക്കെ കൂട്ടിയിട്ട് നമ്മൾക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമെങ്കിൽ അങ്ങനെ അത് നോക്കിയിട്ട് എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫോണിലൂടെ സംസാരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.